ശിവബാലകനെ, മായാരൂപനെ, കൺകണ്ട ദൈവമേ വിഷ്ണുമായേ, തിരിതെളിയുന്നീ വേദിയിൽ നിറസാന്നിധ്യമായി വന്നെത്തണേ നാഥ. കനിവോട് നീ വിഘ്നങ്ങൾ മാറ്റുവാൻ, വിജയം വരിക്കുവാൻ കൂടെയുണ്ടാകണേ ചാത്തൻ സ്വാമിയേ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കേവലം ഒരു വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കാനല്ല, മറിച്ച് വിശ്വാസം എന്ന മഹാസത്യത്തിൻ്റെ ശാസ്ത്രീയവും ചരിത്രപരവുമായ വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. വിഷ്ണുമായകൻ സ്വാമിയെ ആരാധിക്കുന്നത് ഇതര മതസ്ഥർക്ക് അനുയോജ്യമാണോ എന്ന ചോദ്യത്തിനുത്തരം തേടുമ്പോൾ നമ്മൾ മറ്റു മതങ്ങളിലെ വിശ്വാസധാരകളെ കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് വിഷ്ണുമായ? അത് മായയാണ്, അല്ലെങ്കിൽ പ്രകൃതിയുടെ നിഗൂഢമായ ശക്തിയാണ്. ഈ ശക്തിയെ മറ്റു മതങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് നോക്കാം. ഇസ്ലാം മതവും ജിന്നും ആത്മീയ ചികിത്സയും. ഇസ്ലാം മതവിശ്വാസപ്രകാരം മനുഷ്യരെപ്പോലെ തന്നെ അല്ലാഹു സൃഷ്ടിച്ച മറ്റൊരു വിഭാഗമാണ് ജിന്നുകൾ. തീയിൽ നിന്നാണ് അവ സൃഷ്ടിക്കപ്പെട്ടത്. ഖുർആനിൽ സുലൈമാൻ നബി ജിന്നുകളെ വരുതിയിൽ നിർത്തി നന്മയ്ക്കായി ഉപയോഗിച്ചിരുന്നതായി പരാമർശമുണ്ട്. വിഷ്ണുമായ സ്വാമിയെ ആരാധിക്കുന്ന സമ്പ്രദായം നോക്കൂ. അവിടെയും നടക്കുന്നത് പ്രപഞ്ചത്തിലെ ഒരു മഹാശക്തിയെ മന്ത്രങ്ങൾ കൊണ്ട് ആകർഷിച്ച് മനുഷ്യന്റെ നന്മയ്ക്കായി ദോഷങ്ങൾ മാറ്റാനായി ഉപയോഗിക്കുന്നു എന്നതാണ്. ഇസ്ലാമിൽ സിഹർ അല്ലെങ്കിൽ കൂടോത്രം സത്യമാണെന്ന് വിശ്വസിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ റുഖ്യ പോലെയുള്ള ആത്മീയ ചികിത്സകളുണ്ട്. വിഷ്ണുമായ സ്വാമി പ്രധാനമായും ചെയ്യുന്നതിതാണ്: ബാധകളെയും ദോഷങ്ങളെയും നീക്കം ചെയ്യുക. അതുകൊണ്ട് ഇതൊരു മതവിരുദ്ധമായ കാര്യമായല്ല, മറിച്ച് ഒരു ആത്മീയ പരിഹാരമാർഗമായി കാണാവുന്നതാണ്. ക്രിസ്തുമതവും മാലാഖമാരും. ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാലാഖമാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖയും മൈക്കൽ മാലാഖയും ദൈവത്തിന്റെ പടയാളികളാണ്. പൈശാചിക ശക്തികൾക്കെതിരെ പോരാടുന്നവരാണവർ. വിഷ്ണുമായ സ്വാമിയെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് ധർമ്മശാസ്താവിന്റെ പടയാളി എന്നാണ്. അതായത് തിന്മയെ നശിപ്പിച്ച് നന്മയെ സംരക്ഷിക്കുന്ന ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു ശക്തിവിശേഷം. ഒരു വിശ്വാസിക്ക് വിഷ്ണുമായ എന്നത് ദൈവമയച്ച ഒരു കാവൽ മാലാഖയെപ്പോലെ കാണാൻ സാധിക്കും. സംരക്ഷണം നൽകുന്ന ശക്തിക്ക് ഏത് പേരിട്ടാലും അതിന്റെ ധർമ്മം ഒന്നുതന്നെയാണല്ലോ. യഹൂദമതവും കബാലയും. ഏറ്റവും പുരാതനമായ യഹൂദമതത്തിലെ നിഗൂഢ ദർശനമാണ് കബാല. ദൈവത്തിന് അനന്തമായ ഊർജ്ജരൂപങ്ങളുണ്ടെന്നും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന വിവിധതരം മാലാഖമാരും ശക്തികളുമുണ്ടെന്നും കബാല പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ യുക്തിക്കപ്പുറമുള്ള അത്ഭുതങ്ങളെ അവർ അംഗീകരിക്കുന്നു. വിഷ്ണുമായ എന്ന സങ്കല്പവും ഇതുതന്നെയാണ്. മനുഷ്യബുദ്ധിക്കപ്പുറമുള്ള, എന്നാൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഊർജ്ജപ്രവാഹം. സുഹൃത്തുക്കളെ, ഋഗ്വേദത്തിൽ മനോഹരമായൊരു ശ്ലോകമുണ്ട്. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഇതിന്റെ അർത്ഥമിതാണ്: ആകാശത്തുനിന്ന് വീഴുന്ന മഴത്തുള്ളികളെല്ലാം അവസാനം സമുദ്രത്തിൽ ചെന്ന് ചേരുന്നതുപോലെ ഏത് ദേവതയെ ആരാധിച്ചാലും അത് ആത്യന്തികമായി ആ ഏകസത്യത്തിലേക്ക്, പരമാത്മാവിലേക്ക് തന്നെ എത്തുന്നു. നമ്മൾ വിളിക്കുന്ന പേര് വിഷ്ണുമായ എന്നാണെങ്കിലും യേശു എന്നാണെങ്കിലും അല്ലാഹു എന്നാണെങ്കിലും നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ചെന്നെത്തുന്നത് ഒരേ സ്രോതസ്സിലേക്കാണ്. അതുകൊണ്ട് വിഷ്ണുമായ സ്വാമിയെ ആരാധിക്കുക എന്നത് മതം മാറലല്ല, മറിച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രകൃതിയുടെ ഒരു ശക്തിയെ കൂട്ടുപിടിക്കുക മാത്രമാണ്. വൈദ്യുതിക്ക് മതമില്ലാത്തതുപോലെ, വെളിച്ചത്തിന് ജാതിയില്ലാത്തതുപോലെ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹത്തിനും വേർതിരിവുകളില്ല. എന്തുകൊണ്ടാണ് മതമൊരു തടസ്സമാകാത്തത്? ഭാരതീയ ഋഷീശ്വരന്മാർ പണ്ടേ നമ്മോട് പറഞ്ഞിട്ടുണ്ട്: ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. അതായത് സത്യമൊന്നേയുള്ളൂ, ജ്ഞാനികർ അതിനെ പല പേരുകളിൽ വിളിക്കുന്നു എന്ന് മാത്രം. നമ്മൾ വിളിക്കുന്ന പേര് അല്ലാഹു എന്നാകാം, യേശു എന്നാകാം, വിഷ്ണുമായ എന്നാകാം. എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ശക്തി ഒന്നാണ്.
നമ്മുടെ നാട്ടിലെ വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ പോയാൽ നമുക്ക് കാണാം, അവിടെ തൊഴുകൈകളോട് നിൽക്കുന്നവരിൽ ഹൈന്ദവരും ക്രൈസ്തവരും ഇസ്ലാം മതവിശ്വാസികളുമുണ്ട്. അവിടെ തേടുന്നത് മതപരിവർത്തനമല്ല, മറിച്ച് മനസ്സിന്റെ സമാധാനമാണ്, തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നതിതാണ്: യേ യഥാ മാം പ്രപദ്യന്തേ താംസ്തഥൈവ ഭജാമ്യഹം. എന്നെ ആർ എങ്ങനെ സമീപിക്കുന്നുവോ അവരെ ഞാൻ അതേ രീതിയിൽ അനുഗ്രഹിക്കുന്നു. അവര് ഭഗവാൻ ചോദിക്കുന്നത് ഭക്തന്റെ മതമേതാണെന്നല്ല, മറിച്ച് അവന്റെ ഭക്തി എത്രത്തോളമുണ്ട് എന്നാണ്. അതുകൊണ്ട് വിഷ്ണുമായ സ്വാമിയെ വിശ്വസിക്കാനോ ആരാധിക്കാനോ മതം മാറേണ്ടതില്ല. മനസ്സ് തുറന്നാൽ മതി. സങ്കടമിലിറക്കി വയ്ക്കാൻ ഒരിടം, അതാണ് പ്രധാനം. നമുക്ക് അതിരുകളില്ലാത്ത ഈ വിശ്വാസത്തെ നെഞ്ചിലേറ്റാം. എല്ലാവർക്കും വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.